എന്തായാലും നാട്ടിൽ വന്നതല്ലേ, കൂവ കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒന്ന് തൊടിയിലൊക്കെ ഇറങ്ങിയതാണ്. സാധാരണ ആഗ്രഹം വെച്ച് ചെല്ലുമ്പോഴേക്കും മുള്ളംപന്നിയും അല്ലെങ്കിൽ പെരിച്ചായും അങ്ങനെ ആരല്ലോ ഇത് കൊണ്ടുപോയിട്ടുണ്ടാവാറുണ്ട് കേട്ടോ. ഇത്തവണ നമുക്ക് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത്രയെങ്കിലും കിട്ടിയിട്ടുണ്ട്. പിന്നെ അവർക്കും അവകാശപ്പെട്ടതാണല്ലോ എന്നുള്ളത് കൊണ്ട് അങ്ങ് കണ്ണടക്കുന്നു, അത്ര തന്നെ. അപ്പോൾ ഇത് കൂവ ആദ്യമേ വൃത്തിയാക്കി അതിനുശേഷം കഴുകി മുറിച്ചിട്ടിട്ടുണ്ട്. 2 ചേമ്പും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി വെള്ളവും ചേർത്തിട്ട് വേവിക്കാൻ വെക്കുക കേട്ടോ. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി വെന്ത് വന്നിട്ടാകുമ്പോൾ നമ്മളതിലേക്ക് തേങ്ങ നന്നായിട്ട് ഞെരടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ താളിച്ച് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ.